അവളെയും കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇറങ്ങി പോകാൻ നോക്കി വിടുന്നു. ഉള്ളിൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ട സമയമല്ല വസു ഇത്. നീ നാവൊന്ന് അടക്കി നിൽക്കേ. നീ ഇപ്പൊ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതേ നേരത്തെ നീ മകനെന്ന് വിളിച്ച ഗൗതമിന്റെ അമ്മായിയമ്മയാ. അത് ഓർമ്മ വേണം. എന്റെ മകന്റെ അമ്മായിയമ്മയായിട്ട് ഞാൻ ആരെയെങ്കിലും അംഗീകരിക്കുമെങ്കിൽ അത് അവന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നവരായിരിക്കണം. അല്ലാതെ ഇതുപോലെ ഒരു ഗതിക്കും പരഗതിക്കും വകയില്ലാത്തവരൊന്നും ആവരുത്. അന്നേ ഞാൻ പറഞ്ഞതാ ഇവളെ പിടിച്ച് ഗൗതമിന്റെ തലയിൽ വെക്കല്ലേ വെക്കല്ലേ എന്ന്. കേട്ടില്ലല്ലോ. ഇപ്പൊ ഒന്നിനു പുറകെ ഒന്നായി അനുഭവം കിട്ടാൻ തുടങ്ങിയപ്പോ മനസ്സിലായല്ലോ. ഈശ്വരമംഗലത്തെ ഗൗതമിന്റെ ഭാര്യയായിരിക്കാൻ ഇവൾക്ക് എന്ത് യോഗ്യതയുള്ളത്? നോക്ക് മേഡം, ഞങ്ങൾക്ക് പണത്തിന് അല്പം കുറവുണ്ടെന്നേ ഉള്ളൂ. വേറെ ഒരു യോഗ്യത കുറവും എന്റെ മോൾക്കില്ല. ഒന്നാമത് വിഷമിച്ച് നിൽക്കുന്ന സമയം. അതിനിടയ്ക്ക് ഇങ്ങനെ വേണ്ടാത്തത് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുത്തി നോവിക്കല്ലേ. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാനോ? സത്യത്തില് വേദനിപ്പിച്ചത് നിങ്ങളല്ലേ? സങ്കടപ്പെടേണ്ടത് ഞങ്ങളല്ലേ? ഗൗതമിന് ഒരു അനന്തര അവകാശിയായി ഒരു കുഞ്ഞിനെ കിട്ടില്ല എന്നറിയുമ്പോ കരയേണ്ടത് അവനല്ലേ? അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നിധിക്ക് ഒരിക്കലും ഒരമ്മയാവാനാവില്ല എന്ന സത്യം നിങ്ങൾ ഇപ്പോഴാണോ മനസ്സിലാക്കുന്നത്? അതോ വിവാഹത്തിന് മുന്നേ തന്നെ അറിയാമായിരുന്നോ? ചോദിച്ചത് മനസ്സിലായില്ലേ?